Hi everyone. Today we are going to discuss our third module, that is linear algebra. The topics are system of linear equations, solutions by Gauss elimination method, then row echelon form and rank of a matrix, fundamental theorem of linear systems, then eigenvalues and eigenvectors, then the diagonalization of matrices. These are the topics of module 3. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് മെട്രിക്സ്, ഈ നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹൗ ടു സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതാണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്. സോ അതിന് നമ്മൾ മെട്രിക്സ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് തന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അത് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്നാൽ അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദെൻ അത് ആ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് മെട്രിസസിൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ്, അതിൻ്റെ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ്, റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ഈ ടേംസ് ഒക്കെ എന്താണെന്ന് അറിയണം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൗ ടു ഫൈൻഡ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ആദ്യം, നിങ്ങൾ ജസ്റ്റ് ഓൾറെഡി ബിടെക്കിന് പഠിച്ച ടോപ്പിക്സ് ആണ് മെട്രിസസ്. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡൊക്കെ ഓൾറെഡി നിങ്ങൾ കവർ ചെയ്ത് പോയ ടോപ്പിക്കാണ്. എങ്കിലും നമുക്ക് ഒന്ന് തുടങ്ങി വെക്കാം, എല്ലാ ടോപ്പിക്സും എല്ലാ ടേംസും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് എന്താണ് മെട്രിക്സ്, മെട്രിക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സെറ്റ് ഓഫ് mn നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒരു റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് mn നമ്പർ ഓഫ് എലമെൻറ്റ്സ് arranged in m rows and n columns in a definite order and enclosed by brackets or square bracket is called an m by n matrix. അപ്പോൾ അവിടെ എൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. a = a11 a12 എക്സെട്ര a1n, അതായത് m റോസ് ആയിരിക്കും ആൻഡ് n കോളംസ്. m റോസും n കോളംസും ആണെങ്കിൽ അതിനെ നമ്മൾ m by n മെട്രിക്സ് എന്ന് പറയും. m റോസ് ആൻഡ് n കോളംസ്. അപ്പം എത്ര റോസ് ഉണ്ടാവും? m റോസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെ എക്സെട്ര m റോസ് ഉണ്ടായിരിക്കും. കോളംസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം എക്സെട്ര n കോളംസും ഉണ്ടായിരിക്കും. അപ്പോൾ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ aij നമ്മളൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ, അതിനകത്തെ മെട്രിക്സിലെ ഒരു എലമെൻറ്റ് aij എന്നൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ith റോ ആൻഡ് jth കോളത്തിൽ, ith റോയും jth കോളത്തിലും കൂടെ വരുന്ന ആ ഒരു എലമെൻറ്റിനെയാണ് aij എന്ന് ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറേ ടൈപ്സ് ഓഫ് മെട്രിക്സസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. റോ മെട്രിക്സ് പറഞ്ഞാൽ ആ മെട്രിക്സിൽ ഒറ്റ റോ മാത്രം, ഓൺലി വൺ റോ, ദാറ്റ് ഈസ് റോ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ കോളം മെട്രിക്സ് എന്തായിരിക്കും? ജസ്റ്റ് വൺ കോളം, ഒരു കോളം മാത്രമാണെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ മെട്രിക്സ് എന്താണ്? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ റോ, കോളം മെട്രിക്സ് പറഞ്ഞാൽ ഓൺലി വൺ കോളം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് m = നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. m = n ആവുന്ന എല്ലാ ടൈപ്പ് മെട്രിക്സിനെയും നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണ്. എക്സാമ്പിൾ ഒരു 2x2 മെട്രിക്സ് ആവാം, 3x3 മെട്രിക്സ്, 4x4 മെട്രിക്സ്, അതൊക്കെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ, ഒരു 3x3 സ്ക്വയർ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ 3 റോസ് ആൻഡ് 3 കോളംസ് വരുന്ന ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെറ്റ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് aij = 0 ഫോർ ഓൾ i ≠ j. അതായത് i = j എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജനറലി ഒരു 3x3 മെട്രിക്സ് എടുത്താൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന a11 a12 a13, ദെൻ a21 a22 a23, ലാസ്റ്റ് റോ എന്ന് പറയുന്നത് a31 a32, ദെൻ a33. അപ്പോൾ നമ്മൾ ജനറലി മെട്രിക്സിൻ്റെ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന aij ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കിയാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? a11 a22 a33. അവിടെ iയും jയും ഈക്വലാണ്. അപ്പോൾ i ≠ j ആവുന്ന എല്ലാ കേസിലും നമ്മുടെ എൻട്രീസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് മസ്റ്റ് ബി = 0 ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ ഈ ഡയഗണൽ മെട്രിക്സിന് സ്കെയിലാർ മെട്രിക്സ് ആകണമെങ്കിൽ, അതാണ് നെക്സ്റ്റ് പറയുന്നത്, ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ ഈസ് കോൾഡ് എ സ്കെയിലാർ മെട്രിക്സ്. അതായത് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. അതൊരു സ്കെയിലാർ മെട്രിക്സ് ആണെങ്കിൽ പ്ലസ് ഒരു കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തായിരിക്കണം? ആ ഡയഗണൽ എൻട്രീസ് എല്ലാം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. ആ ഡയഗണൽ എൻട്രീസ് എല്ലാം നോക്കിയാൽ എല്ലാം ഈക്വൽ ടു 2 ആണ്. Therefore that is a scalar matrix. ഇനി ഈ ഡയഗണൽ എൻട്രീസ് എല്ലാം ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്, അങ്ങനെ വരുന്ന മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇനി ഈ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയി പ്ലസ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്, അപ്പോൾ അത് സ്കെയിലാർ മെട്രിക്സ് ആയി. ഇനി ഒരു കണ്ടീഷനും കൂടെ വരുന്നു, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണ്, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്, ദെൻ ആ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ യൂണിറ്റ് മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് അതെല്ലാം ഒറ്റ കൺസെപ്റ്റിലാണ് പോകുന്നത്, പ്ലസ് ഓരോ എക്സ്ട്രാ കണ്ടീഷനും കൂടെ വരും. ഓക്കെ, ദെൻ അടുത്ത മെട്രിക്സ് വന്ന് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. എല്ലാ എൻട്രീസും ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും. എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ. ഇനി അടുത്ത് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ. അത് നിങ്ങൾ ഡെഫിനിഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയായിരുന്നാൽ മതി. ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, ഇതെല്ലാം കേസും പറയുന്നത് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസാണ്. അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത് നോക്കി, ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണലിന് മുകളിലുള്ള എലമെൻറ്റ്സ്. അവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അതിൻ്റെ മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത്. അതായത് മുകളിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് എൻട്രീസ് ഉണ്ടെങ്കിൽ അത് അപ്പർ ട്രയാങ്കുലർ ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? താഴെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ എൻട്രീസ് വരും, ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആകുന്ന എപ്പോഴാണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. ഈ എ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് അറിയാലോ. ഇപ്പോൾ സപ്പോസ് എ ഈക്വൽ ടു 1 2 3 4 ഒരു 2x2 മെട്രിക്സ് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? അതായത് റോസ് കോളമാക്കി എഴുതുക. ഇതിലെ ഫസ്റ്റ് റോ 1 2 ആണ്, അപ്പോൾ അതിനെ കോളമാക്കി അടുത്തത് 3 4 ആക്കി. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇത് എ ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുക, അതായിരിക്കും എ ട്രാൻസ്പോസ്. ഇനി ഈ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കിയേ. 1 - 3 5, 3 - 3 2 7 ആൻഡ് 5 7 3 ഇസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സപ്പോസ് ഇതിനെ നമ്മൾ എ ആയിട്ട് അങ്ങ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മൾ എന്താ പറഞ്ഞേ? കോളംസ് എല്ലാം റോ ആകും, റോസ് എല്ലാം നേരെ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ അതിലെ ഫസ്റ്റ് റോ എന്തായിരുന്നു? 1 - 3 5, അതിനെ നമ്മൾ കോളമാക്കി എഴുതി. അടുത്തത് -3 2 7, അത് നമ്മൾ കോളമാക്കി എഴുതി. അടുത്ത റോ എന്ന് പറഞ്ഞാൽ 5 7 3, അതിനെ നമ്മൾ അടുത്ത റോ ആക്കി. ഇന്ന് നോക്കിയാൽ രണ്ട് മെട്രിക്സ് സെയിം അല്ലേ? 1 - 3 5 ഫസ്റ്റ് റോ ഓക്കെയാണ്, സെക്കൻഡ് റോ ഓക്കെയാണ്, തേർഡ് റോ ഓക്കെയാണ്. അപ്പം എ ട്രാൻസ്പോസും എയും ഈക്വലായി, ദാറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. സിമിലർലി അടുത്ത് നോക്കിയാലും നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a ആയിരിക്കും. ഇനി ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം, എങ്കിലേ അത് സ്ക്യൂ സിമെട്രിക് ആവത്തുള്ളൂ. ഓക്കെ, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a ആണ്, പ്ലസ് ഒരു എക്സ്ട്രാ കണ്ടീഷൻ അതിന് ഉറപ്പായിട്ട് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായിരിക്കും? അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്. അത് നമുക്ക് അത്ര അത്യാവശ്യം വരുന്ന ടേംസ് അല്ല ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്താ? a+ib കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ a-ib ആണ്. അപ്പം കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ എൻട്രീസിൻ്റെ കോൺജുഗേറ്റ് എഴുതുക, ദാറ്റ്സ് ഓൾ. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പോൾ അത് നിങ്ങൾ നോക്കണമെന്നില്ല. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു മെയിൻ ടോപ്പിക്കാണ് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഫോർ മെട്രിസസ്. നിങ്ങൾക്ക് തിയറി ഒന്നും വേണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇത് ആപ്ലിക്കബിൾ ആണ്. സോ അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് നമുക്ക് നോക്കാം.
The following three operators on the row are known as elementary row operations for the matrices. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു 3x3 മെട്രിക്സ് എടുക്കുക. 1 2 3 4 5 6 7 8 9 ഒരു 3x3 മെട്രിക്സ് എടുത്തു. ഇതിൻ്റെ ഫസ്റ്റ് റോയെ നമ്മൾ R1 എന്ന് വിളിക്കുന്നു, സെക്കൻഡ് റോ R2 ആണ്. എല്ലാ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് റോയെ R1 എന്ന് വിളിക്കുക, സെക്കൻഡ് റോ R2, തേർഡ് റോ R3. ആ രീതിയിലാണ് നമ്മൾ റോസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കിയാൽ ഇൻ്റർചേഞ്ചിങ് ടു റോസ്. RIയും RJയും തമ്മിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഈ എലമെൻ്ററി റോ ഓപ്പറേഷൻസിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇൻ്റർചേഞ്ച് അതിനെ ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ആ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ 3 റോ ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് എക്സ്ട്രാ ചുമ്മാ ഓരോ ഓപ്പറേഷൻസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസൊക്കെ ചേഞ്ച് ചെയ്താൽ ആ മെട്രിക്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നുണ്ടോ 1 2 3 4 5 6 9 7 8 9 നമുക്ക് തന്നിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് റോ R1, സെക്കൻഡ് റോ R2, തേർഡ് റോ 7 8 9. അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്പറേഷൻ എന്താ? RIയും RJയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് R1ഉം R2ഉം കൂടെ നമുക്ക് അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? R1 ആയിട്ട് ഇത് വരും, R2ലെ എലമെൻറ്റ് വരും 4 5 6 1 2 3 7 8 9. ഇതായിരിക്കും ആ എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, അത് 2 റോസ് തമ്മിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് R1ഉം R2ഉം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, സിമിലർലി അടുത്ത റോ ഓപ്പറേഷൻ എന്താ? മൾട്ടിപ്ലൈ എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. അതായത് ith റോയെ നമുക്ക് ഒരു K എന്ന് പറയുന്ന ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് സെക്കൻഡ് ഓപ്പറേഷൻ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആഡിങ് എ റോ ടു അനദർ റോ. ഒരു റോയുടെ കൂടെ നമുക്ക് വേറൊരു RIയുടെ കൂടെ നമുക്ക് RI പ്ലസ് RJ വേറൊരു റോയും കൂടെ ആഡ് ചെയ്യാം. അപ്പം അതാണ് 3 റോ ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 റോസ് തമ്മിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു റോയുടെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 റോസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് മെട്രിസസ്. 2 matrices are said to be equivalent matrices if one of them can be obtained from the other by a sequence of elementary transformations. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് മെട്രിക്സിൽ പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എലമെൻ്ററി ഓപ്പറേഷൻ നമുക്ക് ആദ്യം ഫസ്റ്റിൽ നമുക്കൊരു മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സിൽ സം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കിട്ടിയ മെട്രിക്സ് അല്ലല്ലോ ലാസ്റ്റ് കിട്ടുന്നത് നമുക്ക് ആൻസർ. പക്ഷേ ഈ ആദ്യം നമ്മൾ തുടങ്ങുന്ന മെട്രിക്സും ദെൻ ഈ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഈ മെട്രിക്സിനും സെയിം പ്രോപ്പർട്ടീസ് ആവും ഉണ്ടാകുന്നത്. അതായത് ഈ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റിയിൽ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മെട്രിസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വലൻ്റ് മെട്രിസസ് എന്ന് പറയുന്നത്. ഈ റോ ഓപ്പറേഷൻസ് കൊണ്ട് ആ മെട്രിക്സിൻ്റെ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യത്തേയില്ല. അങ്ങനെയുള്ള മെട്രിസസ് ആണ് ഇക്വലൻ്റ് മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ടോപ്പിക്കാണ് റോ എക്കലോൺ ഫോം ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞത്. റോ എക്കലോൺ ഫോം, അതായത് നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് കിട്ടുന്നു, നമ്മളൊരു മെട്രിക്സ് എഴുതുന്നു, അതിനെ നമ്മൾ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിലും മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യാനും എല്ലാം നമ്മൾ ഈ റോ എക്കലോൺ ഫോമിലേക്ക് നമുക്ക് കിട്ടിയ മെട്രിക്സിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. സോ അതാണ് ആദ്യം അതിനകത്തൊരു ടേം പറയുന്നുണ്ട്, ലീഡിങ് എലമെൻറ്റ് ഓർ പൈവറ്റ് ഓഫ് ദ റോ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, ദ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് എ റോ ഫ്രം ദ ലെഫ്റ്റ് ഈസ് കോൾഡ് ദ ലീഡിങ് എലമെൻറ്റ് ഓർ പൈവറ്റ് ഓഫ് ദ റോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് 1 3 5 7 0 1 4 8 0 0 0 0. ആ ഡെഫിനേഷൻ ഒന്നുകൂടെ വായിച്ചേ. ദ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് എ റോ ഫ്രം ദ ലെഫ്റ്റ്. അതായത് നമ്മൾ ആദ്യത്തെ റോ കൺസിഡർ ചെയ്യുക. ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഏതാ? 1. ഈ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡിങ് എലമെൻറ്റ് ഓർ
പൈവോട്ട് ഓഫ് ദ റോ എന്ന് പറയുന്നത്. ഓക്കെ, ലീഡിങ് എലമെൻറ്റ് ഓർ പൈവോട്ട് ഓഫ് ദ റോ. ദെൻ സെക്കൻഡ് റോ ഒന്ന് കൺസിഡർ ചെയ്തേ. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 0 1 4 8. നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് ദ റോ. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയി, അപ്പോൾ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് എലമെൻറ്റ് നോക്കിയേ 1 അതാണ് ആ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡിങ് എലമെൻറ്റ് ഓർ പൈവോട്ട് ഓഫ് ദ റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ വേറൊരു മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് റോയിൽ പൈവറ്റ് എലമെൻറ്റ് ഏതാ? 1. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഏതാ? -. ആദ്യത്തെ 2 എലമെൻറ്റ് 0 ആയി, നെക്സ്റ്റ് എന്ന് പറയുന്നത് -9. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ലീഡിങ് എലമെൻറ്റ് ഓർ പൈവറ്റ് എലമെൻറ്റ് എന്ന് വിളിക്കും. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പൈവറ്റ് ഓർ ലീഡിങ് എലമെൻറ്റ് എന്ന് വിളിക്കും. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓർ റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് എന്താണെന്ന് നോക്കാം. A matrix is said to be in its row echelon form or row reduced echelon form if the leading element in each row is 1 and the number of zeros before the leading element in each row is greater than the corresponding number of zeros of the preceding rows. അതായത് ഇത്രയുള്ള കാര്യം, നിങ്ങൾ എന്താണ് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്ന് മനസ്സിലാക്കുക. അതായത് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്ന് പറയുന്നത്. റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്ന് പറയുന്നത്. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ആ ഓരോ റോയിലെയും തൊട്ട് മുമ്പുള്ള സീറോസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ നോക്കി, ഇവിടെ സീറോസ് വല്ലതും ഉണ്ടോ? ഇല്ല. സെക്കൻഡ് റോയിൽ ഒരു സീറോ മാത്രമേ ഉള്ളൂ, ഒറ്റ സീറോ. തേർഡ് റോയിൽ വന്നപ്പം 4 സീറോസ് ആണ് അല്ലേ. അപ്പം അതായത് നമ്മൾ റോസിൻ്റെ എണ്ണം താഴോട്ട് വരുന്തോറും നമ്പർ ഓഫ് സീറോസിൻ്റെ എണ്ണം എന്തായിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് റോയിൽ 0 ഇല്ല, സെക്കൻഡ് റോയിൽ 1 തേർഡ് റോയിൽ വരുമ്പോൾ 2 2 കൂടുതലാകാം, ഫോർത്ത് റോയിൽ വരുമ്പോൾ അതിലും കൂടുതലായിരിക്കണം. അപ്പം താഴോട്ട് വരുന്തോറും സീറോസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. അതാണ് റോ എക്ലോൺ ഫോം. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം, സീറോസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമും കൂടെ ഉണ്ട്, റോ റെഡ്യൂസ്ഡ് ഫോം. അതായത് ലീഡിങ് എലമെൻറ്റ് 1 ആയാൽ, ഓരോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയാൽ അത് റോ എക്ലോൺ ഫോം ഓർ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം. ഇനി ലീഡിങ് എലമെൻറ്റ് 1 ആവണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും നമ്പർ ആവാം. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഏത് നമ്പർ വേണം, 1 അല്ല എങ്കിൽ അതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോം. എക്ലോൺ എന്നൊരു വേർഡ് വന്നാൽ നിങ്ങൾ ഓർക്കുക അവിടെ 1 എന്നുള്ള ടേം ഉണ്ടാവണം. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. ഇനി റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ലീഡിങ് എലമെൻറ്റ് 1 ആവണമെന്നില്ല, എനി നമ്പർ ആയാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനുണ്ട്, മറ്റേ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് ഈ കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അതായത് ആദ്യത്തെ നമുക്കിപ്പോൾ ഒരു കിട്ടുന്ന മെട്രിക്സ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 2 3 3 4 5 5 4 8 9 അങ്ങനെ ഒരു മെട്രിക്സ് കിട്ടുക. ഇനി നമുക്ക് റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക, അതിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയി. ഓക്കെ, അതപ്പോൾ ഓക്കെയാണ്. ഇനി ആ റോയ്ക്ക് നമുക്ക് ചേഞ്ച് ഒന്നും വരുത്തണ്ട. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3യെയും 4നെ, അതായത് ഫസ്റ്റ് നോൺ സീറോ 1ന് താഴെ നേരെയുള്ള എലമെൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 0 ആക്കി മാറ്റണം. അതാണ് നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ റോ കൺസിഡർ ചെയ്യുക, അവിടെ എല്ലാ എലമെൻറ്റും ഉണ്ട്, ഓക്കെയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 1ന് നേരെ താഴെയുള്ള എലമെൻസിനെ എല്ലാം എന്ത് നമ്മൾ ചെയ്യണം? 0 ആക്കണം. ആ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് റോ ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യാം, കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോസ് തമ്മിലൊക്കെ ആഡ് ചെയ്യാം. ഈ ട്രാൻസ്ഫോർമേഷനിൽ ഏതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 എലമെൻറ്റിനെ 0 ആക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഇത് 0 ആക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ എലമെൻറ്റിനെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കുക, അല്ലെങ്കിൽ
എനി നമ്പർ ആക്കുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഫസ്റ്റ് റോയിൽ കിട്ടി, അതിന് നേരെ താഴെയുള്ള എലമെൻറ്റ്സിനെല്ലാം സീറോ ആക്കണം. അതാണ് ആദ്യത്തെ റോ ഓപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സ് ഓർ റോസ് ഓഫ് ദ മെട്രിക്സ്. അപ്പം മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. ആ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതായത് കംപ്ലീറ്റ് ടേംസും സീറോ ആവാത്ത എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. ആ നമ്പർ ഓഫ് റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു മെട്രിക്സ് തരുന്നു, അതിനെ റോ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ കിട്ടുന്ന ലാസ്റ്റ് മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതായിരിക്കും ദാറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പം റാങ്കിൻ്റെ കുറേ പ്രോബ്ലംസ്, ഒരു 5-6 പ്രോബ്ലംസ് നോട്ടിലുണ്ട്. ഞാൻ ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ, നിങ്ങൾക്കത് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവാമെന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ബാക്കി നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കി, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 2 -1 3 2 2 4 1 5 6 7 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് മെട്രിക്സിനെ നമ്മൾ ജസ്റ്റ് എഴുതുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ 1 2 -1 3 ഓക്കെയാണ്, എലമെൻറ്റ്സ് എല്ലാം ഓക്കെയാണ്. ഇനി ഞാൻ പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ 1 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അതിന് നേരെ താഴെയുള്ള 2 എലമെൻറ്റ്സ്, അതായത് ഈ 2-ൻ്റെയും 5-നെയും നമ്മൾ എന്താക്കി മാറ്റണം, 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലുമൊക്കെ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം 2 ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് നമ്മൾ ഒന്നിച്ചങ്ങ് ചെയ്താൽ മതി. സോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതിന് ഈ 2-നെയും 5-നെയും 0 ആക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എലമെൻറ്റിനെ മാത്രമല്ല, നമ്മളൊരു റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ റോയ്ക്ക് കംപ്ലീറ്റ്ലി ആ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. അതായത് ജസ്റ്റ് ആ 1 എലമെൻറ്റിന് മാത്രമായിട്ട് നമുക്ക് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ആ റോയ്ക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ആ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. സിമിലർലി തേർഡ് റോയിൽ ആ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ 2-ൻ്റെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 2 - 2 ചെയ്താൽ നമുക്ക് 0 കിട്ടും അല്ലേ. ഒരു നമ്പറിനെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. 2 - 2 = 0 ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ റോസിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ R1 ആണ്, സെക്കൻഡ് റോ R2 ആണ്, തേർഡ് റോ R3 ആണ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം സെക്കൻഡ് റോയ്ക്കാണ് ചേഞ്ച് വരുത്തുന്നത്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ സെക്കൻഡ് റോയെ എന്ത് ചെയ്യണം, R2-ലെ ആ എലമെൻറ്റിനെ നമ്മൾ 2, അതായത് 2 - 2 ആണ് 0 ആണ്. അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് 2 - 2 ആണ്. 2 എന്ന് പറയുന്നത് R2-ലെ എലമെൻ്റ് ആണ്. അപ്പോൾ R2-ൽ നിന്ന് എന്തോ ഒരു വാല്യൂ കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 0 കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കിയാൽ നമ്മൾ എപ്പോഴും റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് മുകളിലുള്ള റോയുമായിട്ടാണ് എപ്പോഴും റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. അത് നിങ്ങളങ്ങ് ഓർത്ത് വെച്ചാൽ മതി. തൊട്ട് മുകളിലല്ല നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് റോയുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് റോ ഓൾറെഡി അവിടെ ഫിക്സ് ആയി അല്ലേ, ആ ഫിക്സ് ആയിട്ടുള്ള റോയെ വെച്ചിട്ടാണ് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഫിക്സ് ആയിട്ടുള്ള റോയെ വെച്ചിട്ടാണ് എപ്പോഴും റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റോയെ സെക്കൻഡ് റോയെ മാറ്റണം. അപ്പോൾ R2-ൽ നിന്ന് ഇവിടെ 1 എന്നുള്ള വാല്യൂ, ആ 1-ൻ്റെ അവിടെ 2 വന്നാൽ ഓക്കെ ആയിരുന്നല്ലോ, 2 - 2 0 ആയാൽ മതിയായിരുന്നു. അപ്പോൾ 1-ൻ്റെ അവിടെ 2 ആണ്, എന്ത് ചെയ്താൽ 2 times R1 ചെയ്താൽ പോരെ. 2 times R1 ചെയ്താൽ 2 × 1 2. അപ്പോൾ R2 - 2 R1 എന്നുള്ള റോ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ R2 - 2 R1 എന്നുള്ള റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ എന്താ, ഈ 2-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0 വരും, അതവിടെ എഴുതി. അടുത്ത ഈ സെക്കൻഡ് എലമെൻറ്റിന് കൊടുക്കണം. 2-ൽ നിന്ന് 2 R1, അപ്പോൾ 2 × 2 അവിടെ വരുമ്പോൾ 4 വരും. 2 - 4 -2, ആ -2 ആണ് ഇവിടെ വന്നത്. അടുത്ത ഈ 4-ൽ നിന്ന് തേർഡ് എലമെൻറ്റ് 4 ആണ്. 4-ൽ നിന്ന് 2 R1, അപ്പോൾ 2 × -1 എന്ന് പറയുമ്പോൾ -2 ആണ്. 4 + 2 = 6 എന്ന് വരും, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അടുത്ത 1-ൽ നിന്ന് 2 × 3 6 വരും. 1 - 6 -5, അപ്പോൾ അതാണ് നമ്മുടെ ഈ റോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ 5നെയും 0 ആക്കണം. അപ്പോൾ 5 എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്, R3യിലാണ്. R3 മൈനസ് 5 R1. ഞാൻ പറഞ്ഞു ഫിക്സ്ഡ് ആയിട്ടുള്ള റോയുമായിട്ടാണ് നമ്മളെപ്പോഴും ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 5 R1 ചെയ്യുക. അപ്പോഴും നോക്കിക്കേ എന്ത് വരും, ആദ്യത്തെ എലമെൻറ്റ് 5 5 മൈനസ് 5 ഇൻറ്റു 1 0 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അടുത്ത 6 മൈനസ് സെക്കൻഡ് എലമെൻറ്റ് 6 മൈനസ് 5 ഇൻറ്റു 2 10 വരും. അപ്പോൾ അത് -4 ആയി. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, 7 മൈനസ് 5 ഇൻറ്റു -1. അപ്പം -5 7 + 5 12 ആയി. ആ എലമെൻറ്റ് ഇവിടെ എഴുതി. അടുത്ത എന്താ വരുന്നത്, 5 ഇൻറ്റു ഈ 5 മൈനസ് 5 ഇൻറ്റു 3 15 വരും. 5 മൈനസ് 15 ഈക്വൽ ടു -10. ആ എലമെൻറ്റ് ഇവിടെ എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിലെ 1ന് നേരെ താഴെയുള്ള എലിമെൻസിനെ എല്ലാം നമ്മൾ 0 ആക്കി. അപ്പോൾ നോക്കി നമ്മുടെ ഫസ്റ്റ് റോ ഓക്കെ ആയി, സെക്കൻഡ് റോയും ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇപ്പോൾ 1 ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട അതിന് നേരെ താഴെയുള്ള എലമെൻസിനെ എല്ലാം നമ്മൾ 0 ആക്കണം. അപ്പോൾ ഈ -4നെ നമുക്ക് 0 ആക്കണം. മൈനസ് ഈ എലമെൻറ്റ്, അതായത് ഈ -4നെ 0 ആക്കണം. -4നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി, -4 + 4 ചെയ്താൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് ഫിക്സ്ഡ് ആക്കിയ റോ ഏതാണോ ആ റോയുമായിട്ടാണ് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ -4 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണ് കിടക്കുന്നത്, R3യിലാണ് കിടക്കുന്നത്. R3 നമ്മൾ എന്ത് ചെയ്യണം, R3യുടെ കൂടെ ആ -4ൻ്റെ കൂടെ ഒരു +4 ആഡ് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഒരു -2 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് +4 ആവാൻ എന്ത് ചെയ്താൽ മതി, 2 × R2 ചെയ്താൽ പോരെ. ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യും. ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആ 0യ്ക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല, അതേപടി കിടക്കും. അടുത്തത് -4 + 4 = 0 വരും. ഇനി അടുത്ത എന്താ, 12 മൈനസ് 2 × 6 12 0 ആയിപ്പോവും. അടുത്ത -10 മൈനസ് 5 × 2 -10 ആവും. അപ്പോൾ അത് +7 10 - 10 = 0. അപ്പോൾ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയി. എല്ലാ ടേമും 0 ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പോൾ എത്ര നോൺ സീറോ റോസ് ഉണ്ട് ഇവിടെ, കംപ്ലീറ്റ് എലമെൻറ്റും 0 ആവാത്ത 2 റോസ് ഉണ്ടല്ലേ. അപ്പോൾ അതായിരിക്കും റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ അവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് കിട്ടിക്കോളും. ജസ്റ്റ് നമ്പർ കാൽക്കുലേഷൻസ് മാത്രമല്ല ഉള്ളൂ. സോ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ, റെഡ്യൂസ് ടു റോ എക്ലോൺ ഫോം ആൻഡ് ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. റോ എക്ലോൺ ഫോമിലേക്ക് ചെയ്യുക, റാങ്ക് കണ്ടുപിടിക്കുക. അങ്ങനെ 6 പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്. നിങ്ങൾ അത്രയും വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും ക്ലിയർ ആയിക്കഴിഞ്ഞാൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഗോസ് എലിമിനേഷൻ മെത്തേഡും എളുപ്പമാണ്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയാൽ മതി. സോ ഇത്രയും ടോപ്പിക്സ് എല്ലാവരും നന്നായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ നോട്ടും പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.